ഹലോ ഗൈസ്, അപ്പൊ നമുക്ക് ഇന്നൊരു ഫോണിന്റെ വർക്ക് വന്നിരിക്കുന്നത് നമ്മുടെ കോട്ടയം ഏറ്റുമാനിലാണ്. നമുക്ക് ഒരാളുടെ വീട്ടിലേക്ക് പോവാം. ഹലോ. ഹലോ. എന്താ ബ്രോ പറ്റിയേ? എന്റെ ഫോൺ സാംസങ് S21 FE ആയിരുന്നു. അതിനിപ്പോ അപ്ഡേഷന് ശേഷം ഫസ്റ്റ് ഒരു ലൈൻ വന്നു, പിന്നെ പടപടന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് വീണ്ടും ലൈൻ കയറി പോകും. ആ ലൈൻ ഇപ്പൊ കൂടി ഇപ്പൊ ഏകദേശം എനിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത്. ഞാൻ ഇൻസ്റ്റാഗ്രാം കണ്ടിട്ടാണ് കാണാത്ത വീഡിയോസും കണ്ടിട്ടാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്തത്. അപ്പൊ guys, ഇതാണ് നമ്മുടെ ഫോണിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, അതായത് സാംസങ്ങിന്റെ S21 FE എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പൊ ഇത് ഫോൺ അപ്ഡേറ്റ് ചെയ്തിട്ട് ഇതിന് ഫുൾ ലൈൻ വീണിരിക്കുകയാണ്. ഈ സീരീസിന് സ്ഥിരം വരുന്ന ഒരു കംപ്ലൈന്റ് ആണ് ലൈൻ ഇഷ്യൂ. അപ്പൊ നേരെ നമ്മൾ സമയം വൈകിപ്പിക്കാതെ നേരെ ഫോൺ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിന് ചെയ്യാൻ പോകുന്ന നമ്മളെ നല്ല ക്വാളിറ്റി ഉള്ള AMOLED ഡിസ്പ്ലേ വരുന്ന ഫിംഗർ പ്രിന്റും കാര്യങ്ങളൊക്കെ വർക്ക് ആവുന്ന ഫസ്റ്റ് ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ അതിന്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ പക്കായിട്ട് റിമൂവ് ചെയ്യാം. നമ്മൾ ഏറ്റവും ഫസ്റ്റ് തന്നെ ബാറ്ററി റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്ട്രിപ്പും കാര്യങ്ങളും എല്ലാം ഈ പഴയ ബോഡി നമുക്ക് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ബോർഡ് മാറ്റണം. കംപ്ലീറ്റ് നമ്മളൊരു ഫ്രെയിം അടക്കമാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പം ഗേസ് നമ്മൾ ബോർഡ് അതുപോലെ തന്നെ അതിന്റെ വൈബ്രേഷൻ മോട്ടർ ഇതിനകത്തുള്ള ബാറ്ററി കാര്യങ്ങൾ കംപ്ലീറ്റ് സംഭവിക്കുന്നത് നമ്മൾ ഈ പഴയ ഫ്രെയിമിൽ നമ്മൾ റിമൂവ് ചെയ്യാണ്. കറക്റ്റ് ആയിട്ടെല്ലാം മാറ്റി വെച്ചു ഗൈസ്. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ പുതിയ വിത്ത് ഫ്രെയിം വരുന്ന ഡിസ്പ്ലേ വരുന്നത്. ഏറ്റവും ടോപ്പ് ക്വാളിറ്റി തന്നെയാണ് നമ്മൾ കസ്റ്റമർ ചെയ്ത് കൊടുക്കുന്നത്. കസ്റ്റമർ സർവീസ് സെന്റർ ചോദിച്ചപ്പോൾ നല്ലൊരു റേറ്റ് ആയതുകൊണ്ടാണ് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പം ഈ S21 FE S20 സീരീസിലൊക്കെ ഇത് സ്ഥിരം വരുന്നൊരു കംപ്ലൈന്റ് ആണ്, അപ്ഡേഷൻ ചെയ്യുമ്പോൾ ലൈൻ വീഴുക. അപ്പൊ നിങ്ങളുടെ ഈ മോഡൽസ് ഒക്കെ ഉണ്ടെങ്കിൽ കഴിവതും ലൈൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ഒന്നും ചെയ്യാതിരിക്കുക. അപ്ഡേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഇതിന് ഈ ലൈൻ ഇഷ്യൂ വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ പുതിയ ഫ്രെയിമിലേക്ക് അതിന്റെ ബോർഡും സ്ട്രിപ്പും കാര്യങ്ങളെല്ലാം പക്കയായിട്ട് മാറ്റി നമ്മൾ വീണ്ടും ഫോൺ സീൽ ചെയ്യുകയാണ്, സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഇട്ട്. അതുപോലെ തന്നെ നമ്മൾ വയർലെസ് ചാർജിങ്ങിന്റെ കോയിലും കാര്യങ്ങളെല്ലാം വീണ്ടും സെറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ ക്യാമറയ്ക്കകത്ത് ജസ്റ്റ് എല്ലാം ഒന്ന് എയർ അടിച്ച് നമ്മൾ വീണ്ടും അതിന്റെ ബാക്ക് ക്ലോസ് ചെയ്യാണ്. അപ്പൊ കസ്റ്റമറിന്റെ ഫോൺ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീൻ ഫോൺ ആയിരുന്നു, പക്ഷെ നമുക്ക് വിത്ത് ഫ്രെയിം കിട്ടിയത് ബ്ലാക്ക് ആണ്. നമ്മൾ ബ്ലാക്ക് പാനലിലോട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 മണിക്കൂർ തുടങ്ങാൻ വെക്കാം. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൺ പക്ക വീണ്ടും നല്ല പുത്തം പോലെ ആയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ, ഫിംഗറും കാര്യങ്ങളും ഒക്കെ വർക്ക് ആവുന്ന നല്ല പക്ക ക്വാളിറ്റി ഡിസ്പ്ലേ ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി നേരെ കസ്റ്റമർക്ക് ഫോൺ കൊടുക്കാം. കസ്റ്റമർ ഫോൺ നോക്കിയിട്ട് കസ്റ്റമർ ഹാപ്പിയാണ്, നമ്മുടെ സർവീസിൽ വളരെ ഹാപ്പിയാണെന്ന് പറഞ്ഞത്. അപ്പൊ കസ്റ്റമർ ഹാപ്പിയാണ്, നമ്മൾ ഹാപ്പിയാണ്.